നമുക്ക് ഒരു പോയിന്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ എങ്ങനെ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് കോൺസിക്യൂട്ടീവ് റീഡിങ്സ് വെയർ ടേക്കൺ ഓൺ പോയിന്റ് 1 to 7 എലോൺ എ ലൈൻ. അപ്പം ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ എത്ര 1 തൊട്ട് 7 വരെയുള്ള പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 7 സ്റ്റേഷൻസിൽ സ്റ്റാഫ് വെച്ചിട്ട് കുറച്ച് റീഡിങ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ റീഡിങ്സ് എങ്ങനെയാണ് ലെവൽ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സ്റ്റാഫ് റീഡിങ്സ് എടുത്തിട്ടുണ്ട്. അതാണ് ഈ തന്നിരിക്കുന്നത്. 0.95, 1.326, 2.538, 1.435 അങ്ങനെ 1.657 വരെ കുറച്ച് റീഡിങ്സും തന്നിട്ടുണ്ട്. ദ ഇൻസ്ട്രുമെൻറ്റ് വാസ് ഷിഫ്റ്റഡ് ആഫ്റ്റർ ദ 4th റീഡിംഗ് ആൻഡ് ഫസ്റ്റ് റീഡിംഗ് വാസ് ടേക്കൺ ഓൺ ബെഞ്ച് മാർക്ക് വിത്ത് റെഡ്യൂസ്ഡ് ലെവൽ 100. Rule out a page of level book and work out the reduced level of all points by rise and fall method. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഷിഫ്റ്റ് ചെയ്ത പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇവിടെ എവിടെയാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലെവൽ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഏത് പോയിന്റിലാണ്, ഈ 4ാമത്തെ പോയിന്റ് വരെ എടുത്തതിന് ശേഷം ലെവൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ, നമുക്ക് മുന്നോട്ടുള്ള പോയിന്റ്സ് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേക്ക് എന്ത് ചെയ്ത് നമ്മുടെ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് ഇതിൻ്റെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കോളിമേഷൻ മെത്തേഡിലും നോക്കിയതാണ്. അപ്പം ഈ തന്നിരിക്കുന്ന റീഡിങ്സ് ഒക്കെ കറക്റ്റായിട്ട് ബാക്ക് സൈറ്റിൻ്റെയും ഇൻ്റർമീഡിയറ്റ് സൈറ്റിൻ്റെയും ഫോർത്ത് സൈറ്റിൻ്റെയും കോളത്തിൽ പൂരിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഇതിലിപ്പം അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ ഒന്നുകൂടെ ഞാൻ പറയുന്നില്ല, ആ വീഡിയോ കണ്ടാൽ മതി. കോളിമേഷൻ മെത്തേഡും ഇത് സെയിം ക്വസ്റ്റ്യൻ്റെയാണ്. അപ്പം അതിനകത്ത് ഈ ബാക്ക് സൈഡ്, ഇൻ്റർമീഡിയറ്റ് സൈഡ്, ഫോർത്ത് സൈറ്റ് ഒക്കെ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് വായിച്ചപ്പോഴേക്ക് നമുക്ക് എന്താ മനസ്സിലായത്, 4ാമത്തെ പോയിന്റിൻ്റെ റീഡിങ് എടുത്തതിന് ശേഷം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ചേഞ്ച് പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റിൽ എന്തൊക്കെ കാണും, ഒരു ഫോർത്ത് സൈറ്റും കാണും, ഒരു ബാക്ക് സൈറ്റും കാണും. അത് നമുക്ക് അറിയാവുന്ന കാര്യം. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് റീഡിങ് എന്താണ്, ബെഞ്ച് മാർക്കാണെന്ന്. അത് നമുക്കറിയാവുന്ന കാര്യം. നമ്മൾ ഏതൊരു വർക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് പോയിന്റിൽ നിന്നായിരിക്കും, ബെഞ്ച് മാർക്കിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൻ്റെ ടാബുലർ കോളം നോക്കാം. അപ്പം ഇതാണ് റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ലെവൽ ബുക്കിൽ വരയ്ക്കേണ്ട ടാബുലർ കോളം. ലെവൽ ബുക്ക് എന്താണെന്ന് അറിയാം. ലെവലിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കരുതേണ്ട എന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റീഡിങ്സ് ഒക്കെ എഴുതുന്ന ഏതിലായിരിക്കും, ഈ ലെവൽ ബുക്കിൽ ആയിരിക്കും. അപ്പം ലെവൽ ബുക്കിൽ നമ്മൾ വരച്ചിട്ട് പോകേണ്ട ടാബുലർ കോളമാണിത്. അപ്പം ഇത്രയും ഈ 3 കോളം നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ബാക്ക് സൈഡ്, ഇൻ്റർമീഡിയറ്റ് സൈഡ്, ഫോർത്ത് സൈറ്റ് എന്ന് പറയുന്ന ഈ 3 കോളം നിങ്ങൾക്ക് അറിയായിരിക്കും. സ്റ്റേഷനും അറിയായിരിക്കും. ഇത്രയും നമ്മൾ കോളിമേഷൻ മെത്തേഡിൽ ഓൾറെഡി വരച്ചിട്ടുള്ളതാണ്. പിന്നെ റെഡ്യൂസ്ഡ് ലെവലും റിമാർക്കും ഇത് നമ്മൾ കോളിമേഷൻ മെത്തേഡിലെ ടാബുലർ കോളത്തിലും ഉള്ള ഒരെണ്ണമാണ്. പിന്നെ ഇവിടെ വ്യത്യാസം വരുന്നത് റൈസ്, ഫോൾ എന്ന് പറയുന്ന ഈ 2 കോളത്തിൽ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. അപ്പം നേരത്തെ നമ്മൾ കോളിമേഷൻ മെത്തേഡിൽ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ റീഡിങ്സ് എല്ലാം ബാക്ക് സൈറ്റിൻ്റെ, ഫോർത്ത് സൈറ്റിൻ്റെ, ഇൻ്റർമീഡിയറ്റ് സൈറ്റിൻ്റെ കോളത്തിലായിട്ട് എഴുതി കൊടുക്കാം. അങ്ങനെ നമ്മൾ ബാക്ക് സൈറ്റ്, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, ഫോർത്ത് സൈറ്റ് നമ്മുടെ ഈ 7 സ്റ്റേഷൻ്റെ നേരെ ആയിട്ട് എന്ത് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്ത്. ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് കോളിമേഷൻ മെത്തേഡിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും. നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റൈസും ഫോളും റെഡ്യൂസ്ഡ് ലെവലും റിമാർക്കും എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന്, ബെഞ്ച് മാർക്കാണെന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ബെഞ്ച് മാർക്ക് എത്രയാണ് തന്നിരിക്കുന്നത്, റിമാർക്കിൻ്റെ അവിടെ ബെഞ്ച് മാർക്ക് എന്ന് എഴുതണം. ബെഞ്ച് മാർക്ക് എത്രയാണ് തന്നിരിക്കുന്നത്, 100 എന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യമേ അങ്ങ് ഫില്ല് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റൈസിൻ്റെയും ഫോളിൻ്റെയും കോളത്തിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് റൈസും ഫോളിൻ്റെയും കോളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറൻസ് ഇൻ ലെവൽ കണ്ടുപിടിക്കണം. അതായത് ഇപ്പം
ഈ 1, 2 എന്ന് പറയുന്ന 2 സ്റ്റേഷനുണ്ട്. ആ 2 സ്റ്റേഷനിൽ നമുക്ക് എന്തുണ്ട്, 2 റീഡിങ്സ് ഉണ്ട്. അപ്പോൾ ഈ 2 റീഡിങ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. അതായത് അവിടുത്തെ ലെവൽ ഡിഫറൻസ് എടുത്തതിന് ശേഷം അതായിരിക്കും നമ്മൾ റൈസ് ആണോ ഫാൾ ആണോ എന്ന് വെച്ചിട്ട് എഴുതുന്നത്. അപ്പോൾ ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ സക്സസീവ് പോയിൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സക്സസീവ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള പോയിൻറ്റ്സ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് റീഡിങ് മൈനസ് സെക്കൻഡ് റീഡിങ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് റീഡിങ് എത്ര, 0.785 മൈനസ് 1.326 ചെയ്യണം. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒന്നുകിൽ റൈസ് കിട്ടും, അല്ലെങ്കിൽ എന്ത് കിട്ടും, ഫോൾ കിട്ടും. അതെന്താ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് ഇൻ ലെവൽസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷൻ നോക്കാം. ഫസ്റ്റ് സ്റ്റേഷൻ നോക്കുമ്പോഴേക്കും ഇവിടെ ഡിഫറൻസ് ഇൻ ലെവൽ കണ്ടുപിടിക്കാനായിട്ട് എന്താ, സക്സസീവ് പോയിന്റിൽ, അതായത് സ്റ്റേഷൻ 1ൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താ ലെവൽ ഡിഫറൻസ് ഒന്നും കണ്ടുപിടിക്കാനായിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം സ്റ്റേഷൻ 2ൻ്റെ വേണം കണ്ടുപിടിക്കാനായിട്ട്. സ്റ്റേഷൻ 2ൻ്റെ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കണത് എങ്ങനെയായിരിക്കും, ഫസ്റ്റ് റീഡിങ് മൈനസ് സെക്കൻഡ് റീഡിങ്. ഡിഫറൻസ് ഇൻ ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റീഡിങ് മൈനസ് സെക്കൻഡ് റീഡിങ് കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റീഡിങ് എത്രയാണ്, 0.785 മൈനസ് 1.326. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും, 0.541 മൈനസ് 0.541 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ നെഗറ്റീവ് സൈനാണ് കിട്ടിയത് എന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വാല്യൂ നെഗറ്റീവ് ഇല്ലാതെ ഫോളിൻ്റെ കോളത്തിൽ വേണം ഫില്ല് ചെയ്യാൻ. കണ്ട, നെഗറ്റീവ് ഇല്ലാതെ ഫോളിൻ്റെ കോളത്തിൽ വേണം ഫില്ല് ചെയ്യാൻ. അതായത് സെക്കൻഡ് സ്റ്റേഷൻ്റെ നേരെയുള്ള ഫോളിൻ്റെ കോളത്തിൽ വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി റൈസ് ആണോ ഫോൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഫോൾ ആണെങ്കിൽ നമുക്ക് സക്സസീവ് റീഡിങ്സ്, അതായത് അടുത്തടുത്തുള്ള റീഡിങ്സ് സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുമ്പോഴേക്കും നെഗറ്റീവ് സൈനാണ് കിട്ടുന്നതെങ്കിൽ അത് ഫോളിൻ്റെ കോളത്തിൽ എഴുതുക. ഇപ്പോൾ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നത് പോസിറ്റീവ് സൈൻ ആണെങ്കിൽ അത് നമുക്ക് റൈസിൻ്റെ കോളത്തിലും എഴുതാം. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മൾ സ്റ്റേഷൻ 2 ചെയ്ത് കഴിഞ്ഞ് ഇനി സ്റ്റേഷൻ 3 ചെയ്യാം. സ്റ്റേഷൻ 3 ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഡിഫറൻസ് ലെവൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് റീഡിങ് മൈനസ് സെക്കൻഡ് റീഡിങ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റീഡിംഗ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇതാണ് സ്റ്റേഷൻ 3. അപ്പം ഇതിൻ്റെ ആദ്യത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഷൻ 2ലുള്ള റീഡിംഗാണ് എടുക്കാനുള്ളത്. അപ്പം ഫസ്റ്റ് റീഡിംഗ് ഇവിടെ എത്രയാണ്, 1.326. നമ്മൾ തൊട്ട് മുന്നേ എടുത്ത റീഡിങ് മൈനസ് ഈ സ്റ്റേഷൻ 3ലുള്ള റീഡിങ് എത്രയാണ്, 2.536 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് എത്ര കിട്ടും, -1.212 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ് കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ എവിടെ എഴുതും, ഫോളിൻ്റെ നേരെ എഴുതി കൊടുക്കണം. അതിപ്പോൾ സ്റ്റേഷൻ 3ൻ്റെ നേരെയുള്ള ഫോളിൻ്റെ നേരെ നമ്മൾ ഏത് വാല്യൂ കൊടുക്കും, 1.212 എന്ന് കൊടുക്കും. നെക്സ്റ്റ് നമുക്ക് എന്താ, ഫോർത്ത് സ്റ്റേഷൻ്റെ നോക്കാം. അപ്പോൾ സ്റ്റേഷൻ 4ൻ്റെ നോക്കാം. അപ്പോൾ സ്റ്റേഷൻ 4ൻ്റെ നോക്കുമ്പോഴേക്കും ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ബാക്ക് സൈറ്റും ഉണ്ട് ഫോർ സൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ 4ൻ്റെ എടുക്കുന്ന സമയത്ത് നമ്മൾ മുന്നത്തെ റീഡിങ്ങിൽ നിന്ന് ഫോർ സൈറ്റിൻ്റെ വാല്യൂ വേണം കുറയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറയ്ക്കുന്നത് എങ്ങനെയായിരിക്കും, മുന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് സ്റ്റേഷൻ 3യിലുള്ള ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, അത് എത്രയാണ്, 2.536 മൈനസ് എന്താ ഫോർത്ത് സ്റ്റേഷൻ്റെ ഫോർ സൈറ്റ് എന്ന് പറയുന്നത് എത്ര, 3.435. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോഴേക്കും 0.897 മൈനസ് 0.897 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എന്താ, നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ അതെവിടെ എഴുതും, ഫോർത്ത് സ്റ്റേഷന് നേരെയുള്ള ഫോളിൻ്റെ കോളത്തിൽ എഴുതണം. അപ്പോൾ 0.897 എന്ന് എഴുതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫിഫ്ത്ത് സ്റ്റേഷന് നോക്കാം. സ്റ്റേഷൻ 5ൻ്റെ നോക്കാം. അപ്പോൾ സ്റ്റേഷൻ 5ൻ്റെ എങ്ങനെയാണ് എടുക്കുന്നത്, ഫസ്റ്റ് റീഡിങ് മൈനസ് സെക്കൻഡ് റീഡിങ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ട ഫസ്റ്റ് റീഡിങ് സ്റ്റേഷൻ 5 ആണ്. സ്റ്റേഷൻ 5ൻ്റെ പ്രീവിയസ് റീഡിങ്, അതായത് നമ്മൾ തൊട്ട് മുന്നേ എടുത്ത റീഡിംഗ് ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്, ബാക്ക് സൈറ്റ് ആണ്. ഫോർത്ത് സ്റ്റേഷൻ്റെ ബാക്ക് സൈറ്റ് വേണം എടുക്കാൻ. ഒരിക്കലും ഇതെടുക്കരുത്, ഇത് വേണം എടുക്കാൻ. ഫോർത്ത് സ്റ്റേഷൻ്റെ ബാക്ക് സൈറ്റ് റീഡിങ് വേണം എടുക്കാൻ. അപ്പം
അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റീഡിങ് 1.367 ആണ്. ഓക്കെ, മൈനസ് എന്ത് ചെയ്യണം, അഞ്ചാമത്തെ സ്റ്റേഷൻ്റെ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് 2.328 കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് എത്ര കിട്ടും, -0.961 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ -0.961 നമ്മൾ എവിടെ എഴുതും, അഞ്ചാമത്തെ സ്റ്റേഷൻ്റെ നേരെയുള്ള ഫോളിൻ്റെ കോളത്തിൽ വേണം എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ 0.961 എന്ന് നമ്മൾ എഴുതി. നെക്സ്റ്റ് ഇനി എന്താണ്, സ്റ്റേഷൻ 6 ആണ്. സ്റ്റേഷൻ 6ൻ്റെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, സ്റ്റേഷൻ 6 ഇതാണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് റീഡിങ് ഏതാണ്, ഈ അഞ്ചാമത്തെ സ്റ്റേഷൻ്റെ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് നമ്മൾ മുന്നേ എടുത്ത റീഡിങ്, അതേ 2.328 മൈനസ് എന്ത് ചെയ്യണം, 1.234 ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ 1.094 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ എന്താണ്, ഒരു പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ, നെഗറ്റീവ് അല്ല, ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ വാല്യൂ എവിടെ കൊണ്ടാണ് എഴുതേണ്ടത്, റൈസിൻ്റെ കോളത്തിലായിരിക്കും എഴുതേണ്ടത്. അതായത് ഇവിടെ 1.094 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മൾ റൈസിൻ്റെ കോളത്തിലായിരിക്കണം എഴുതേണ്ടത്. ഫോളിൻ്റെ കോളത്തിൽ നെഗറ്റീവ് സംഖ്യകളായിരിക്കും എഴുതുന്നത്, നെഗറ്റീവ് വാല്യൂ കിട്ടിയ സംഖ്യകളായിരിക്കും എഴുതുന്നത്. പോസിറ്റീവ് വാല്യൂ കിട്ടുന്ന സംഖ്യകൾ എവിടെ എഴുതണം, റൈസിൻ്റെ കോളത്തിൽ എഴുതണം. അപ്പോൾ ഈ 1.094 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ റൈസിൻ്റെ കോളത്തിൽ വേണം എഴുതാൻ. അപ്പോൾ സ്റ്റേഷൻ 6ൻ്റെ നേരെയുള്ള റൈസിൻ്റെ കോളത്തിൽ എന്തെഴുതി, 1.094 എന്ന് എഴുതി. ഓക്കെ, ഇത് തെറ്റിയതാണ്. അപ്പം 1.094 എന്ന് നമ്മൾ എന്ത് ചെയ്ത് റൈസിൻ്റെ കോളത്തിൽ എഴുതി. നെക്സ്റ്റ് ഇനി ഏതാണുള്ളത്, സ്റ്റേഷൻ 7 കൂടെ ഉണ്ടല്ലോ. അപ്പം സ്റ്റേഷൻ 7ൻ്റെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. സ്റ്റേഷൻ 7 എങ്ങനെയാണ് എടുക്കുന്നത്, നമ്മുടെ ഫസ്റ്റ് റീഡിങ്, അതായത് മുന്നേ എടുത്ത റീഡിങ് അത് എത്രയാണ്, 1.234 മൈനസ് ഇപ്പോഴത്തെ റീഡിങ് 1.657. അപ്പോൾ ഇത് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും, -0.423 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെയും കിട്ടിയ നമുക്ക് എന്താ, നെഗറ്റീവ് സൈൻ ആണ്. അപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എവിടെ എഴുതും, ഫോളിൻ്റെ നേരെ എഴുതും. അപ്പോൾ 0.423 ഇങ്ങനെ എഴുതും. അപ്പോൾ ഇങ്ങനെയാണ് റൈസും ഫോളിൻ്റെ കോളം ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് റെഡ്യൂസ്ഡ് ലെവലിൻ്റെ കോളം എങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് എന്താ അറിയാം. അപ്പോൾ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളൊരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനാണ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് എനി പോയിൻറ്റ് ഈക്വൽ ടു റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പ്രീവിയസ് പോയിൻറ്റ് പ്ലസ് ഓർ മൈനസ് റൈസ് ഓർ ഫോൾ. ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മുന്നത്തെ റെഡ്യൂസ്ഡ് ലെവലെ പ്ലസ് ഓർ മൈനസ്, ഒന്നീ പ്ലസ് അല്ലെങ്കിൽ മൈനസ്, റൈസ് ഓർ ഫോൾ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ റെഡ്യൂസ്ഡ് ലെവൽ, ഫസ്റ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ നമുക്കറിയാം 100. അപ്പോൾ സെക്കൻഡിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ ഇല്ല. അപ്പം എഴുതാം, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സ്റ്റേഷൻ 2 എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്റ്റേഷൻ 2 എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇവിടെ ഇക്വേഷൻ എന്താ, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് എനി പോയിൻറ്റ് ഈക്വൽ ടു റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പ്രീവിയസ് പോയിൻറ്റ് പ്ലസ് ഓർ മൈനസ് റൈസ് ഓർ ഫോൾ. അപ്പോൾ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സ്റ്റേഷൻ 2 എങ്ങനെ കണ്ടുപിടിക്കും, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പ്രീവിയസ് പോയിൻറ്റ്. അപ്പോൾ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പ്രീവിയസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോയിൻറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ എടുക്കണം. മുന്നത്തെ പോയിൻറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവലെ അത് 100, മുന്നത്തെ പോയിൻറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ 100 പ്ലസ് ഓർ മൈനസ് റൈസ് ഓർ ഫോൾ. അതായത് നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റേഷനിൽ ഫോൾ ആണോ റൈസ് ആണോ സംഭവിച്ചേക്കണേ നോക്കണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേഷൻ്റെ നേരെ എന്താണ്, ഫോൾ ആണ്. അപ്പോൾ ഫോൾ ഞാൻ ആദ്യം പറഞ്ഞ് നെഗറ്റീവ് ആണെന്ന്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്നല്ലേ, അപ്പോൾ ഫോൾ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് എഴുതും, 100 മൈനസ് എന്തെന്ന് എഴുതും, ഈ വാല്യൂ ഫോളിൻ്റെ വാല്യൂ 100 മൈനസ് 0.541 എന്ന് എഴുതും. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും, 99.459 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാല്യൂ എവിടെ എഴുതി കൊടുക്കണം, സെക്കൻഡ് സ്റ്റേഷൻ്റെ നേരെയുള്ള റെഡ്യൂസ്ഡ് ലെവലിൻ്റെ കോളത്തിൽ എഴുതി കൊടുക്കും, 99.459. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സ്റ്റേഷൻ 3 കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും, ഈ
സ്റ്റേഷൻ 3 കണ്ടുപിടിക്കാൻ വേണ്ടി മുന്നത്തെ റെഡ്യൂസ്ഡ് ലെവലെ മൈനസ് അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് റൈസ് അല്ലെങ്കിൽ ഫോൾ. അപ്പം ഇവിടെ തേർഡ് സ്റ്റേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ തേർഡ് സ്റ്റേഷൻ്റെ മുന്നത്തെ സ്റ്റേഷൻ ഏതാ? രണ്ടാമത്തെ സ്റ്റേഷൻ. അവിടുത്തെ റെഡ്യൂസ്ഡ് ലെവലിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്ത് കൊടുക്കണം? ഫോള് മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പം മുന്നത്തെ റെഡ്യൂസ്ഡ് ലെവൽ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം, ഈ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം 99.459 ഇതിൽ നിന്ന് എന്താണ് മൈനസ് ചെയ്യണം? ഈ തേർഡ് സ്റ്റേഷൻ്റെ ഫോള് മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1.212 മൈനസ് ചെയ്യും. അപ്പോൾ മൈനസ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് 98.247 എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂ നമുക്ക് എവിടെ എഴുതാം? സ്റ്റേഷൻ 3യുടെ നേരെയുള്ള റെഡ്യൂസ് ലെവലിൻ്റെ കോളത്തിൽ ഇത് 98.247 എന്ന് എഴുതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റേഷൻ 4 കണ്ടുപിടിക്കാം. അപ്പം റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സ്റ്റേഷൻ 4 എങ്ങനെ കണ്ടുപിടിക്കും? മുന്നത്തെ റെഡ്യൂസ്ഡ് ലെവൽ ഇത് എത്രയാണ്? 98.247. മൈനസ് ആണോ പ്ലസ് ആണോ? ഇവിടെ ഫോർത്ത് സ്റ്റേഷൻ്റെ നേരെ എന്താ കിട്ടിയേക്കുന്ന? ഫോളാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? മൈനസ് ആണ്. അപ്പം മൈനസ് ഫോളിൻ്റെ വാല്യൂ എത്ര? 0.897. ഓക്കെ, അപ്പോൾ സ്റ്റേഷൻ 4 ഇത് മൈനസ് ചെയ്യുമ്പോഴേക്കും എത്ര കിട്ടും? 97.350 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റെഡ്യൂസ്ഡ് ലെവലിൻ്റെ വാല്യൂ നമ്മൾ എവിടെ എഴുതും? ഫോർത്ത് സ്റ്റേഷൻ്റെ നേരെയുള്ള റെഡ്യൂസ്ഡ് ലെവലിൻ്റെ താഴെ എഴുതി കൊടുക്കും. 97.350 എന്ന് എഴുതി കൊടുക്കും. ഇനി ഫിഫ്ത്ത് സ്റ്റേഷനും സിക്സ്ത് സ്റ്റേഷനും സെവൻത് സ്റ്റേഷനും ഇതുപോലെ തന്നെ ചെയ്യാനുള്ളത്. അതെങ്ങനെയാണ്? റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സ്റ്റേഷൻ 5 എങ്ങനെ ചെയ്യും? മുന്നത്തെ റെഡ്യൂസ് ലെവൽ എത്ര? 97.350. പ്ലസ് വേണോ മൈനസ് വേണോ? 5ൻ്റെ നേരെയുള്ള എന്താ? നമുക്ക് ഫോളാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്താണ്? നെഗറ്റീവാണ് ഉള്ളത്. അപ്പോൾ -0.961. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എത്ര വാല്യൂ കിട്ടും? സ്റ്റേഷൻ 5ൽ എത്ര വാല്യൂ കിട്ടും നോക്ക്? 96.389 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് എഴുതണം? ഇവിടെ കൊണ്ടുവന്ന് എഴുതി കൊടുക്കണം. ആ ഫിഫ്ത്ത് സ്റ്റേഷൻ്റെ നേരെയുള്ള റെഡ്യൂസ് ലെവലിൻ്റെ കോളത്തിൽ 96.389 എന്ന് എഴുതി കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? സ്റ്റേഷൻ 6ൻ്റെ റെഡ്യൂസ് ലെവലാണല്ലേ. അപ്പം റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സ്റ്റേഷൻ 6 എങ്ങനെ കണ്ടുപിടിക്കും? സ്റ്റേഷൻ 6 താണ്ടിരിക്കുന്ന അതിൻ്റെ മുന്നത്തെ റെഡ്യൂസ് ലെവൽ നമുക്ക് എത്ര കിട്ടിയ? 96.389 എന്നാണ് കിട്ടിയ. അതിൽ നിന്ന് നമ്മൾ എന്തോ മൈനസോ പ്ലസ് ഓർ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സിക്സ്ത് സ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കുള്ള എന്താണ്? റൈസ് ആണുള്ളത്, ഫോൾ അല്ല, റൈസ് ആണുള്ളത്. അപ്പോൾ റൈസ് ആണുള്ളതെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് എന്നാണ്. റൈസ് അല്ലെങ്കിൽ ഫോള്. അപ്പം നമുക്കിവിടെ ആറാമത്തെ സ്റ്റേഷൻ്റെ നേരെ എന്താണുള്ളത്? റൈസ് ആണുള്ളത്. അപ്പം ഈ റെഡ്യൂസ്ഡ് ലെവലിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആ റൈസിൻ്റെ വാല്യൂ, അതായത് ഈ 1.094 എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. 1.0 നമ്മൾ ഈ റൈസിൻ്റെ കൂടെ ഈ റെഡ്യൂസ്ഡ് ലെവലിൻ്റെ കൂടെ ഈ റൈസിൻ്റെ വാല്യൂ ആയ 1.094 എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 97.483 എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂ എന്ത് ചെയ്യണം? നമ്മൾ റെഡ്യൂസ്ഡ് ലെവലിൻ്റെ കോളത്തിൻ്റെ നേരെ റെഡ്യൂസ്ഡ് ലെവലിൻ്റെ സ്റ്റേഷൻ 6ൻ്റെ റെഡ്യൂസ്ഡ് ലെവലിൻ്റെ കോളത്തിൻ്റെ നേരെ എഴുതി കൊടുക്കണം. അപ്പോൾ 97.483 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേഷൻ 7ൻ്റെ റെഡ്യൂസ് ലെവൽ എടുക്കാം. റെഡ്യൂസ് ലെവൽ ഓഫ് സ്റ്റേഷൻ 7 എങ്ങനെ എടുക്കാം? മുന്നത്തെ റെഡ്യൂസ് ലെവൽ എത്ര? 97.483. ഇവിടെ റൈസ് ആണോ ഫോൾ ആണോ നോക്കണം. ഇവിടെ എന്താണ്? ഫോളാണ്. -0.423. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന വാല്യൂ? 97.060 എന്ന് കിട്ടും. അപ്പോൾ ഈ റെഡ്യൂസ് ലെവലിൻ്റെ വാല്യൂ നമ്മൾ എന്ത് എഴുതണം? സ്റ്റേഷൻ 7ൻ്റെ നേരെയുള്ള റെഡ്യൂസ് ലെവലിൻ്റെ കോളത്തിൽ എഴുതി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റെഡ്യൂസ്ഡ് ലെവലും ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോളിമേഷൻ മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഒരു അരിത്തമാറ്റിക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അരിത്തമാറ്റിക് ചെക്കിൻ്റെ ഇക്വേഷൻ പറയാം. അരിത്തമാറ്റിക് ചെക്കിൻ്റെ ഇക്വേഷൻ സം ഓഫ് ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ഫോർ സൈഡ് ഈക്വൽ ടു സം ഓഫ് റൈസ് മൈനസ് സം ഓഫ് ഫോൾ ഈക്വൽ ടു ലാസ്റ്റ് RL മൈനസ് ഫസ്റ്റ് RL. ഓക്കെ, മനസ്സിലായോ?
സം ഓഫ് ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ഫോർ സൈഡ് ഈക്വൽ ടു സം ഓഫ് റൈസ് മൈനസ് സം ഓഫ് ഫോൾ ഈക്വൽ ടു ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ. അപ്പോൾ ഈ 3 ടേമും അല്ലെങ്കിൽ ഈ 3 സെറ്റും ഈക്വൽ ആയിട്ട് വന്നാൽ മാത്രമേ നമ്മൾ ഈ ചെയ്ത വർക്ക് കറക്റ്റ് ആണെന്ന് പറയുള്ളൂ. അപ്പോൾ നമ്മൾ കോളിനേഷൻ മെത്തേഡിൽ നോക്കിയപ്പോൾ 2 സെറ്റേ ഉള്ളായിരുന്നു അല്ലേ. സം ഓഫ് ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ഫോർ സൈഡ് ഈക്വൽ ടു ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ ആയാൽ തന്നെ നമുക്ക് എന്താ നമ്മൾ ചെയ്ത വർക്ക് കറക്റ്റ് ആണെന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൽ നമുക്ക് ഈ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് എന്താണ് ഈക്വലായി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സം ഓഫ് ബാക്ക് സൈറ്റും സം ഓഫ് ഫോർ സൈറ്റും സം ഓഫ് റൈസ് സം ഓഫ് ഫോളും ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ അറിയാമായിരിക്കും. കോളിനേഷൻ മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ സം ഓഫ് ബാക്ക് സൈഡ് എങ്ങനെ എടുക്കും? ഈ ബാക്ക് സൈഡിൻ്റെ കോളത്തിലുള്ള ഈ 2 വാല്യൂസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ സം കിട്ടും. അത് എത്ര കിട്ടും? 2.152 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും. ഇനി സം ഓഫ് ഫോർ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സം ഓഫ് ബാക്ക് സൈറ്റ് ആണ്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? സം ഓഫ് ഫോർ സൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോർ സൈറ്റിൻ്റെ കോളത്തിലുള്ള 2 വാല്യൂസ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5.092 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റൈസിൻ്റെ കോളത്തിലുള്ള വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ സം ഓഫ് റൈസ് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു വാല്യൂവേ ഉള്ളൂ. അപ്പം ഇത് ആഡും ചെയ്യേണ്ട ഈ വാല്യൂ തന്നെയാണ് നമ്മുടെ സം ഓഫ് റൈസ്. സം ഓഫ് ഫോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോളിൻ്റെ കോളത്തിലുള്ള എല്ലാ വാല്യൂസും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4.034 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത വർക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പം ഇക്വേഷൻ എന്താണ്? സം ഓഫ് ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ഫോർ സൈഡ് ഈക്വൽ ടു സം ഓഫ് റൈസ് മൈനസ് സം ഓഫ് ഫോൾ ഈക്വൽ ടു ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ. അപ്പോൾ സം ഓഫ് ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ഫോർ സൈഡ് ആദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ സം ഓഫ് ബാക്ക് സൈഡ് എത്രയാണ് നമുക്ക് കിട്ടിയ? 2.152 മൈനസ് എന്ത് കണ്ടുപിടിക്കണം? ഈ ഫോർ സൈഡിൻ്റെ വാല്യൂ 5.092. ഇതെത്ര കിട്ടുന്നതെന്ന് നോക്കാം. മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? -2.94 എന്ന് കിട്ടി. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇക്വേഷനിൽ എന്താ ഉള്ളത്? അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് നമ്മുടെ ഇക്വേഷനിൽ എന്താ ഉള്ളത്? ഇതാണുള്ളത്. സം ഓഫ് റൈസ് മൈനസ് സം ഓഫ് ഫോൾ. അപ്പോൾ ഇവിടുത്തെ സം ഓഫ് റൈസ് നമ്മൾ എത്രയാണ് വാല്യൂ എടുത്ത? 1. ഇവിടെ വാല്യൂ കണ്ടല്ലോ, 1.094. റൈസിൻ്റെ സമ്മ് മൈനസ് ഫോളിൻ്റെ സമ്മ് എത്ര കിട്ടിയ? 4.-4.034. അപ്പോൾ ഇത് മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? -2.94 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇതും കണ്ടുപിടിച്ച്. ഇനി നമുക്ക് ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എല്ലും കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കോ, സം ഓഫ് ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ഫോർ സൈഡ് -2.94 ആണ് കിട്ടിയത്. സം ഓഫ് റൈസ് മൈനസ് സം ഓഫ് ഫോൾ -2.94 ആണ് കിട്ടിയത്. ഇനി നമുക്ക് ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എല്ലും കൂടെ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ. അപ്പം നിങ്ങൾ നേരത്തെ കോളിനേഷനിൽ എടുത്ത പോലെ തന്നെയാണ്. ലാസ്റ്റ് ആർ എൽ എത്ര? ഇവിടെ 97.060 മൈനസ് ഫസ്റ്റ് ആർ എൽ എത്ര? 100 ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? -2.94. കണ്ടല്ലോ. അപ്പം എന്താ കണ്ടത്? 3 വാല്യൂസും കണ്ടോ? 3 വാല്യൂസും ഈക്വൽ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഈ അരിത്തമാറ്റിക് ചെക്ക് കറക്റ്റായി. അപ്പോൾ നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂ എന്താണ്? കറക്റ്റാണ്. നമ്മൾ ചെയ്ത വർക്ക് എന്താ? കറക്റ്റാണെന്ന് മനസ്സിലായി. ഇങ്ങനെയാണ് അപ്പോൾ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ചെയ്യുന്നത്. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ.